ആശങ്കയും ആവശ്യവും ഏറെയുള്ളതാണ്. അതായത് നിലവിൽ നിരോധനം നീക്കിയിട്ടുണ്ട്, പക്ഷേ നിയന്ത്രണങ്ങൾ ഇപ്പോഴും ബാക്കിയായി ഭാഗികമായിട്ടുണ്ടെന്നുള്ളതാണ്. തീർത്തും സുഗമമായിട്ടില്ല കാര്യങ്ങൾ. താമരശ്ശേരി ചുരത്തിലൂടെയുള്ള യാത്ര സുഗമമാകാൻ ഇനിയും സമയം വേണ്ടിവരുമെന്നുള്ളതാണ് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പറയാനാകുന്ന കാര്യം. ഓണക്കാലം കൂടിയാണ്, അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും ബുദ്ധിമുട്ടാണ് ജനം അനുഭവിക്കുന്നത്. സഞ്ചാരത്തിനപ്പുറം സമ്പത്തിനെയും വ്യാപാരത്തെയും എല്ലാം അത് ബാധിക്കുകയാണ്. അതികഠിനമായ 9 വളവുകൾ. ആ വളവുകൾക്ക് വയനാട്ടുകാരന്റെ ജീവന്റെ വിലയാണ്. അത് കേവലം യാത്രാ പ്രശ്നം മാത്രമല്ല, ജീവൽ പ്രശ്നമാണ്. അടിയന്തര ചികിത്സയ്ക്കുൾപ്പെടെ അയൽ ജില്ലയെ ആശ്രയിക്കേണ്ടവന്റെ ഗതികേട് സമീപകാലത്തൊന്നും ഉണ്ടാകാത്ത വിധം പ്രതിസന്ധിയാണ്. ബാധിക്കുന്നതാകട്ടെ വയനാടിനെ മാത്രമല്ല, താമരശ്ശേരി ചുരം വഴി കടക്കേണ്ട വ്യാപാരത്തെ കൂടിയാണ്. അതായത് സ്തംഭിച്ചത് കേവലം യാത്രയല്ല, ആരോഗ്യ, കാർഷിക, വ്യാപാര, സാമ്പത്തിക മേഖലയാകെ നിശ്ചലമാവുകയാണ്. എത്രയും പെട്ടെന്ന് വരിക, അല്ലെങ്കിൽ ഈ ചരക്ക് വാഹനങ്ങൾ റോപ്പ് വേ വഴി കൊണ്ടുവരാനുള്ള സംവിധാനം, അതായത് മുകളിൽ നിന്ന് താഴത്തിറക്കാനുള്ള, അതായത് 9-ാം വളവിൽ നിന്ന് അടിവാരത്തേക്ക് എത്തുന്ന രീതിയിൽ എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് സാധനങ്ങൾ എത്തുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഓണക്കാലമാണ്. മലയാളിക്ക് സദ്യ കിലനിറയ്ക്കാൻ പച്ചക്കറി കർണാടകയിൽ നിന്നും വരേണ്ടതുണ്ട്. പൂക്കൾ, പഴവർഗ്ഗങ്ങൾ, ഓണക്കോടികൾ എല്ലാം പാതി വഴിയിലാണ്. സമയമേറുമ്പോൾ പഴം പഴുത്തു ചെയ്യും, പൂക്കൾ വാടും. എപ്പോഴെന്നറിയാതെ വ്യാപാരികൾ പിന്മാറും. വിലക്കയറ്റത്തിലേക്കും വിരൽ ചൂണ്ടുന്നു. ഇതില്ല, പൂക്കച്ചവടത്തിന് ചെറിയൊരു ബാധകം വന്നിട്ടുണ്ട്. വണ്ടിയൊക്കെ ലേറ്റായി വരുമ്പോൾ ഒരു ലേസൊരു ഇതുണ്ട്, അതല്ലാതെ വേറെ പച്ചക്കറിക്ക് വലിയൊരു ഇതൊന്നും. ഓണത്തിന്റെ ഒരു സമയം കൂടിയാണല്ലോ പൂക്കച്ചവടം. ഇപ്പൊ പൂക്കച്ചവടം പറ്റാൻ മോശമായിട്ടാണ്. നിലവിൽ ആംബുലൻസ് ഉൾപ്പെടെ അടിയന്തര ആവശ്യങ്ങൾക്കുള്ള വാഹനങ്ങൾ കടത്തിവിടാൻ ധാരണയായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അന്നെത്തിക്കേണ്ട ചരക്കുകൾ കോഴിക്കോടും മലപ്പുറത്തും കെട്ടിക്കിടക്കുകയാണ്. പകരം വഴികാട്ടുന്നത് കുറ്റ്യാടി ചുരത്തിലേക്കാണ്. എന്നാൽ തീരെ വീതി കുറഞ്ഞ, അത്ര ശക്തിയില്ലാത്ത ചുരം റോഡിന് ചരക്കു ലോറികളെ പേറുക അത്ര എളുപ്പമല്ല. ഇനി അടിയന്തരമായി കടത്തിവിടുകയാണെങ്കിൽ തന്നെ ഒരു ജില്ല ചുറ്റിക്കറങ്ങേണ്ടി വരും. നാടുകാണി, കണ്ണൂർ വഴിയായാലും അവസ്ഥ സമാനം. ഈ താമരശ്ശേരി ലക്കിടി വഴിക്ക് വരുമ്പോൾ കറക്റ്റ് ടൈമിന് നമുക്ക് എത്തുള്ളൂ ഇവിടെ. മറ്റേത് കുറ്റ്യാടി വഴി വരുമ്പോൾ ആ സാധനമൊക്കെ ഡിലേ ആയിട്ട് 2-3 മണിക്കൂറായിട്ട് ലേറ്റ് ആയിട്ട് എത്തുള്ളൂ ഷോപ്പിൽ. മറ്റേ എല്ലാ സാധനവും ഇവിടെ പുലർച്ചെ 2 മണിക്ക് എത്തും. അതായത് മാർക്കറ്റ് 4 മണിക്ക് തുറക്കും ചെയ്യും. പ്രശ്നം ഒട്ടും ലളിതമല്ല. ഒരു പ്രദേശമാകെ എല്ലാ മേഖലയിലും സ്തംഭിക്കുകയാണ്. ചരക്കു നീക്കത്തിലുൾപ്പെടെ ഉടൻ പരിഹാരം വേണം. കൊടും വെയിലും പെരുമഴയും കൊണ്ട് ഓണവിപണി കാത്തിരുന്ന കർഷകന്റെ കണ്ണീർ കൂടിയാണ് ഈ ചുരത്തിലൊഴുകുന്നത്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.